സനാഉള്ള അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമി റഹ്മാൻ ദർസ് ഓഡിയോ നമ്പർ 15 സൂറത്തുൽ ബഖറ 60 മുതൽ 66 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا അതായത് വദ്കുറു നിങ്ങൾ ഓർക്കുകയും ചെയ്യുവീൻ. ഇത് ഇസ്തസ്ഖാ മൂസ അലൈഹിസ്സലാം മഴയെ തേടിയ സന്ദർഭം. അള്ളാഹുവിനോട് മഴയെ തേടി ഇസ്തിസ്ഖാ നടത്തി. ഈ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് മഴ കിട്ടാൻ വേണ്ടി. ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, അതായത് അള്ളാഹു പറഞ്ഞു, ഇദ്രിബ് ചേർത്ത് ഓതുമ്പോൾ ഫഖുൽന ഇദ്രിബ് ബിഅസ്വാകൽ ഹജർ. ഇദ്രിബ് നീ അടിക്കൂ, ബിഅസ്വാക താങ്കളുടെ വടി കൊണ്ട്, അൽ ഹജർ പാറയിൽ അടിക്കാൻ, ഒരു പാറ, ആ പാറയിൽ അങ്ങ് അടിക്കാൻ പറഞ്ഞു. ഫൻഫജറത് മിൻഹു അപ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു 12 ഐന 12 ഐന അരുവികൾ. ഫൻഫജറത് മിൻഹു 12 ഐന അതായത് അല അദദി ഖബായിലിഹിം അവരുടെ കബീലകളുടെ എണ്ണം കണക്കിന് എന്ന്. അപ്പോൾ 12 കബീലകളായിരുന്നു ഇസ്രായേലിയർ, 12 ഗോത്രങ്ങൾ. അപ്പോൾ അവർക്ക് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. ഖദ് അലിമ കുല്ലു ഉനാസിൻ മഷ്റബഹും ഖദ് അലിമ അറിഞ്ഞു, നിശ്ചയം അറിഞ്ഞു, കുല്ലു ഉനാസിൻ എല്ലാ ജനങ്ങളും, അതായത് എല്ലാ കബീലകളും,
മഷ്റബും അവരുടെ കുടിപ്പ് സ്ഥാനം, അവർക്ക് ഏത് അരുവിൽ നിന്നാണ് ഓരോരുത്തർ കുടിക്കേണ്ടതെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടു. അതായത് കുൽനാലഹും എന്നിട്ട് പറയാണ്, കുൽനാലഹും നാം അവരോട് പറഞ്ഞു, തുറന്നു പറയുന്നു, കുലു വഷ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ, കുലു നിങ്ങൾ ഭക്ഷിക്കുകയും വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുകയും മിർ റിസ്ഖില്ലാഹി അള്ളാഹുവിൻ്റെ വിഭവത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന്, വലാ തഅസൗ നിങ്ങൾ നാശമുണ്ടാക്കരുത്, അതായത് വലാ തുഫ്സിദു നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഫിൽ അർദി ഭൂമിയിൽ, മുഫ്സിദീൻ നാശകാരികളായി. അപ്പോൾ വലാ തഅസൗ എന്ന് പറഞ്ഞാൽ തന്നെ ഫസാദ് ഉണ്ടാക്കരുതെന്നാണ്. പിന്നെ പറയാം വീണ്ടും മുഫ്സിദീൻ നാശകാരികളായി, അതായത് ഹാലുൻ മുഅക്കദ സ്ട്രെസ് കൊടുക്കുന്ന, തഅക്കീദ് കൊടുക്കുന്ന, എംഫസിസ് കൊടുക്കുന്ന ഹാല്, മുഫ്സിദീനായ അവസ്ഥയിൽ, നാശകാരികളായ അവസ്ഥയിൽ, നാശകാരികളായിക്കൊണ്ട് എന്ന്. വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, അതായത് വഉദ്കുറു നിങ്ങൾ ഓർക്കുകയും ചെയ്യുവീൻ, ഇത് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം എവിടെ വെച്ചിട്ട്, ഫീ വാദി തീഹി തീഹു മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ സന്ദർഭം. എന്താ പറഞ്ഞത്, യാ മൂസ ഓ മൂസ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ, ഞങ്ങൾക്ക് ഒരേ ഭക്ഷണത്തിന്മേൽ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റൂല, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ കുറേ കാലം ഇതന്നെ ഇങ്ങനെ കഴിക്കുക, അത് ഒരേ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതായത് അൽ മന്ന വസൽവ, മന്ന സൽവ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് നൽകിയിരുന്ന പ്രത്യേക വിഭവങ്ങൾ, ഒരധ്വാനവും കൂടാതെ കിട്ടിയിരുന്ന വിഭവങ്ങൾ. അപ്പോൾ എന്നിട്ട് അവർ പറയാണ്, ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസ്വലിഹാ ഫദ്ഉ ലനാ, അതിനാൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, റബ്ബക നിൻ്റെ റബ്ബിനോട് എന്ന്. യുഖ്രിജ് ലനാ അവൻ ഞങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ, മിമ്മാ തുംബിതുൽ അർദു ഭൂമി ഭൂമി മുളപ്പിക്കുന്നത്, അതായത് ഭൂമിയിലുള്ള പല സസ്യജന്യങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണം, അതിനുവേണ്ടി എൻ്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്ക്. മിൻ ബഖലിഹ അതിൻ്റെ ചീരയിൽ നിന്ന്, വഖിസ്സാഇഹ അതിൻ്റെ വെള്ളരിക്കയിൽ നിന്ന്, വഫൂമിഹ ഫൂമ് എന്ന് പറഞ്ഞാൽ വഅദസിഹ അതിൻ്റെ പയറിൽ നിന്ന്, വബസ്വലിഹ അതിൻ്റെ ഉള്ളിയിൽ നിന്ന്, ഫൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ബയാനുലിമ ഖാല മൂസ അലൈഹിസ്സലാം ചോദിച്ചതിന് ഉള്ള വിവരണമായിട്ട്. അപ്പോൾ അവരെന്താണ്, മൂസ അലൈഹിസ്സലാം എന്താ ചോദിച്ചത്, ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, അതസ്തബ്ദിലൂന നിങ്ങൾ മാറ്റം തേടുകയാണോ, ബദൽ തേടുകയാണോ, അല്ലദീ ഹുവ അദ്നാ കൂടുതൽ താണത് മോശമായത്, ബില്ലദീ ഒന്നുകൊണ്ട് ഹുവ ഖൈർ ഉത്തമമായ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള വിഭവമാണ് മന്നയും സലവും, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള, അത് മാറ്റിയിട്ട് കുറേ കൂടി തരം താണ ഗ്രേഡിലുള്ള വിഭവങ്ങളാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന്. അതായത് അതഖുദൂനൽ അഖ്സാബിൽ അഅ്ല ഉന്നതമായത് വിട്ടിട്ട് നിങ്ങൾ താഴ്ന്നതാണോ ചോദിക്കുന്നത് എന്ന്. എന്നിട്ട് മൂസ അലൈഹിസ്സലാം പറയാൻ പറഞ്ഞു, ഇഹ്ബിതു മിസ്റ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇഹ്ബിതു നിങ്ങൾ പ്രവേശിക്കുവിൻ, മിസ്റ മിസ്രയിൽ ഒരു പട്ടണത്തിൽ പ്രവേശിക്കുവിൻ, ഐ ബാലദ്, ഇവിടെ മിസ്ര എന്നാൽ ബാലദ് പട്ടണം. ഫഇന്ന ലകും മാ സഅൽതും വദുരിബത് അലൈഹിമുദ് ദില്ലതു വൽ മസ്കന, ഫഇന്ന ലകും മാ സഅൽതും അങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ ചോദിച്ചത് കിട്ടും. നിങ്ങൾ ചോദിച്ചാൽ പച്ചക്കറി വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. വദുരിബത് അലൈഹിം അവർക്ക് മേൽ അടിക്കപ്പെട്ടു, അദ്ദില്ലതു പതിത്വം, നിന്ദ്യത, മസ്കന നിർഗതി. അവർ അള്ളാഹു അവർക്ക് കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അവർ അതിനേക്കാളും തരം താഴ്ന്നത് ചോദിച്ചപ്പോൾ അവരോട് മൂസ അലൈഹി സ്വലാം പറഞ്ഞത് അവിടുന്ന് പുറപ്പെടാൻ ഒരു മിസ്റിൽ ഒരു ബലദിൽ നാട്ടിലേക്ക് അവിടെ ചെന്നാൽ നിങ്ങൾ ചോദിച്ചത് കിട്ടും, ഇന്നലക്കും മാസാലത്തും. എന്നിട്ട് അത് കാരണം അവർക്ക് എന്തായി, അവർക്ക് ദില്ലത്തും മസ്കനത്തും ഉണ്ടായിന്ന്. ഫി സമാനിഹിം എന്ന് പറഞ്ഞാൽ കാലാകാലം ഉണ്ടായി എന്നുള്ളതല്ല, അവരുടെ ആ കാലത്തുണ്ടായി, ആ ദായിമൻ കാലാകാലം എന്നർത്ഥത്തിലല്ല. ലി ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ്, ജഅല ഫീകും അംബിയാഅ വജഅലകും മുലൂക, അൽ മാഇദ 20-ാമത്തെ ആയത്തിൽ നിങ്ങളിൽ അവൻ നബിമാരെ ആക്കി നിയോഗിച്ചു, നിങ്ങളെ അവൻ രാജാക്കന്മാരാക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ കലാകാലം ദില്ലത്തും മസ്കനത്തും നിന്നതയും
പതിത്വവും നിർഗതിയും അവർക്കുണ്ടായി എന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വൽ മസ്കരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമുൽ മാലിൽ മഗ്നിയ്യ്, അതായത് ആവശ്യത്തിനുള്ള മാല് സ്വത്തില്ലാതിരിക്കൽ. ഇൻകാന സ്വാഹിബുഹ കലീലൽ മാലി, അപ്പോൾ കുറഞ്ഞ സ്വത്താണെങ്കിലും അതിന് ഐശ്വര്യം ഉണ്ടാകുക, അതാണ് റിന, ഐശ്വര്യം കൊണ്ടുള്ള ഉദ്ദേശ്യം. അതില്ലാത്ത അവസ്ഥയാണ് മസ്കനത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറദ്തു അൻ അഈബഹാ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. അൽ കഹ്ഫ് 79-ാമത്തെ ആയത്തിൽ അമ്മസ്സഫീനത്തപ്പോൾ കപ്പൽ, ഖിദ്ർ അലൈഹിസ്സലാമിനോട് മൂസാ അലൈഹിസ്സലാം ചോദിച്ചല്ലോ എന്തിനാണ് ആ കപ്പൽ ഓട്ട തുളച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിവരണം പറഞ്ഞു കൊടുക്കുകയാണ് ഖിദ്ർ അലൈഹിസ്സലാം. ആ സഫീനത്ത് കപ്പൽ കാനത്തിൽ മസാക്കീന, അത് മിസ്കീന്മാർക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ മസ്കനത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആളുകളാണ്, ആ ദാരിദ്ര്യം ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഅമലൂന ഫിൽ ബഹരി, ബഹറിൽ ജോലി ചെയ്യുന്ന ഫഅറത്തു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു നഈബഹ, അതിന് ഒരു കുറച്ച് കേടുവരുത്താൻ ഉദ്ദേശിച്ചു. കാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഖസ്ബ, അവരുടെ പിറകിൽ ബലമായിട്ട് കപ്പലുകളെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂനത കാണുമ്പോൾ അയാൾ ആ കപ്പലങ്ങ് ഒഴിവായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അങ്ങനെ അള്ളാഹു നൽകിയ മന്നയും സെൽവിയും വേണ്ടെന്ന് വെച്ച് അവർ കൂടുതൽ താഴ്ന്ന വിഭവങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അവർ മടങ്ങി അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക്. റജഉ വമാലു ഇലാ ഗളബിൻ മിനല്ലാഹ്, അവർ മടങ്ങി, അവർ ചാഞ്ഞു അള്ളാഹുവിൻ്റെ ഗളബിലേക്ക്, കോപത്തിലേക്ക്. ദാലിക, അത് അൽ ഗളബു അലൈഹിം, അതായത് അവൻക്കുമേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായത് എന്തുകൊണ്ടാണ്? ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരിൽ ഹഖ്. ബിഅന്നഹും, കാരണം അവരായതുകൊണ്ട്, കാനു അവരായിരുന്നു, യക്ഫുറൂന അവർ നിഷേധിക്കുന്നവരായിരുന്നു, ബി ആയാത്തില്ലാഹ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, വയഖ്തുലൂന നബിയ്യീന നബിമാരെ അവർ വധിച്ചു കളയുകയും ചെയ്തിരുന്നു, ബിഗൈരിൽ ഹഖ് അന്യായമായി, ന്യായപ്രകാരമല്ലാതെ. ദാലിക, അത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? അത് അൽ കുഫ്റു ബി ആയാത്തില്ലാഹി വഖത്തുൽ അംബിയാഇ, അതായത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നബിമാരെ വധിക്കുകയും ചെയ്തു എന്ന ആ പ്രവൃത്തി. ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായത് എന്താണ്? അവർ ധിക്കരിച്ചത് കാരണമാണ്. വകാനൂ യഅ്തദൂൻ, അവർ അതിക്രമം പ്രവർത്തിച്ചത് കാരണമാണ്. ആ അതിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിച്ചതും അമ്പിയാക്കളെ വധിച്ചതുമൊക്കെ. ഹുദൂദല്ലാഹ്, ഈ അതിക്രമം അല്ലെങ്കിൽ ക്രമം തെറ്റിക്കുക, ലംഘിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇഅ്തിദാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഹദ്ദുകളെ, ഹുദൂദുകളെ, പരിധികളെ ലംഘിക്കുക. അതായത് ഉസ്യാനഹും സ്വാറ മുൻജറൻ ഇല അൻ ഖതലുൽ അംബിയ, അവരുടെ ധിക്കാരമുണ്ടല്ലോ അത് നബിമാരെ വധിക്കുന്നതിലേക്ക് വരെ എത്തി എന്നതാണ്. അപ്പോൾ ഫഅലു മാ ഫഅലു, അവർ പ്രവർത്തിച്ചതൊക്കെ അവർ പ്രവർത്തിച്ചു. ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വചന തെളിവ്, وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا وزاغ الله قلوبهم والله لا يهدي القوم الفاسقين. الصف 5-ാമത്തെ ആയത്ത്. وإذ قال موسى لقومه, മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗമി, ഓ ജനതേ, ലിമത്ത് ഉദൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ സ്വയം കിടത്തുന്നത്, എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? വഖദ് തഅലമൂന, നിങ്ങൾക്കറിയാമല്ലോ, അന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. ഫലമ്മാ സാഗൂ, അങ്ങനെ അവർ വ്യതിചലിച്ചപ്പോൾ, അസാഗല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു, വ്യതിചലിപ്പിച്ചു. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മികളായ ആളുകളെ വഴി നടത്തുകയില്ല, നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല എന്ന്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനവും. وقوله تعالى ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സൂറത്തു നിസാ 115-ാമത്തെ ആയത്ത്. അതായത് വമൻ യുശാഖിഖ് റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെടുത്തൻ
അവർ റസൂലിനോട് എതിര് പ്രവർത്തിച്ചുവോ, എതിരിട്ടുവോ, മിംബ അദിമാ തബയ്യന ലഹുൽ ഹുദ, അവന് സന്മാർഗം എന്തെന്ന് വ്യക്തമാക്കി കൊടുത്ത ശേഷവും, എന്നിട്ട് അവൻ പിൻപറ്റുകയും ചെയ്തു ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത സബീൽ മാർഗത്തെ, നുവല്ലിഹി, അങ്ങനെയുള്ള ആളിനെ നാം അവനെ തിരിക്കും, മാതവല്ല, അവൻ തിരിഞ്ഞാടത്തേക്കാണ് തിരിക്കും, വനുസ്ലിഹി, അവനെ നാം കരീക്കും, കടത്തി പ്രവേശിപ്പിച്ചിട്ട് കരീക്കും, ജഹന്നം എന്ന നരകത്തിൽ, വസാഅത്ത് മസീറാത്ത്, എത്ര ചീത്തയായ മടക്കസ്ഥാനം എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലാത്കാരമായി പിടിച്ചിട്ട് സത്യം ബോധ്യപ്പെട്ട ആളെ കൂടി അവൻ സ്വീകരിക്കാതിരുന്നിട്ട് അവനെ ബലാത്കാരമായി പിടിച്ചിട്ട് ഹിദായത്തിലാക്കുന്ന പരിപാടി ഇല്ല. കാര്യം ബോധ്യപ്പെട്ടിട്ടും മർക്കട മുഷ്ടി കാരണം, ദുരഭിമാനം കാരണം ഒക്കെ റസൂലിനെ ധിക്കരിക്കുന്നവർ, റസൂലിൻ്റെ ചര്യയെ ധിക്കരിക്കുന്നവർ, അവരെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്നാണ്. ആ വഴികേടിൻ്റെ വഴിക്ക് അള്ളാഹു അങ്ങ് തിരിച്ചുവിടും എന്നതാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറയാം, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന, ഇന്നല്ലദീന ആമനു, നിശ്ചയം സത്യവിശ്വാസം കൈക്കൊണ്ടവർ, വല്ലദീന ഹാദു, യഹൂദികളും, വന്നസ്വാറ, നസാറാക്കളും, വസ്വാബിഈന, സ്വാബി മതക്കാരും, അല്ലദീന ലാ മദ്ഹബലഹും, അവർക്ക് പ്രത്യേക ഒരു മദ്ഹബില്ല എന്നുള്ളതാണ്. എന്നിട്ട് മൻ ആമന, ആരോരുത്തർ സത്യവിശ്വാസം കൈക്കൊണ്ടുവോ. അപ്പോൾ ഏത് മതക്കാരനെന്നുള്ളത് വിഷയമല്ല, ഏത് മതക്കാരനാണെങ്കിലും അവൻ സത്യവിശ്വാസം കൈക്കൊണ്ട് എങ്കിൽ, അപ്പോൾ വർഗീയതല്ല. ഒരു മതത്തിൽ ജനിച്ചു എന്നുകൊണ്ട് അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റില്ല എന്നില്ലല്ലോ. അയാൾ സത്യവിശ്വാസം കൈക്കൊണ്ടാൽ, മിൻഹ ഉലായിൽ മദ്കൂരീന, ഈ പറഞ്ഞ ആൾക്കാർ സത്യവിശ്വാസം കൈക്കൊണ്ടാൽ, ബില്ലാഹി, എങ്ങനെ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ കൊണ്ട് യഥാവിധി തൗഹീദ് ആയിട്ട് വിശ്വസിക്കാം, ഷിർക്ക് കലരാത്ത വിശ്വാസം കൈക്കൊണ്ട്, വൽയൗമിൽ ആഖിരി, അതേപോലെ അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ. എങ്ങനെ സൽക്കർമ്മം പ്രവർത്തിക്കുക, മുവാഫിഖൻ ലിശരീഅത്തിൽ മുതഹറ വസുന്നത്തിൻ നബവിയ്യ, വിശുദ്ധമായ ശരീഅത്തും നബിയുടെ തിരുശരീയും അതിനോട് യോജിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, അതായത് ഇസ്ലാം ദീൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്നാണ്. അപ്പോൾ യഹൂദി നസാറാക്കളാണെങ്കിലും അവരുടെ വേദങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്തിമ വേദം വിശുദ്ധ ഖുർആനാണ്, അതാണ് ഇസ്ലാമിൻ്റെ ഫൈനൽ എഡിഷൻ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി ആ നബിയെ സ്വീകരിക്കലും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കലും എല്ലാവർക്കും ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കണം. മറ്റൊരിടത്ത് അള്ളാഹു ഈ വിഷയം പറയുന്നു, എന്ന്. ഇസ്ലാം ദീനല്ലാതെ ഒരാൾ സ്വീകരിച്ചാൽ അത് അവന് സ്വീകരിക്കപ്പെടുന്നതല്ല, പരലോകത്ത് അവൻ പരാജിതരിൽ പെട്ടു. ഇവിടെ ആർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, നല്ലതോ ചീത്തയോ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ നല്ല തിരഞ്ഞെടുത്താലേ പരലോകത്ത് വിജയിക്കാൻ പറ്റൂ എന്നതാണ്. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതായത് വിശുദ്ധ ഖുർആൻ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുശരീം സുന്ന, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന്, വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരരുത്, മിൻ ദൂനിഹി, അവനെ കൂടാതെ ഔലിയാ രക്ഷാധികാരികളെ, ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ച് മാത്രമാണ് ബോധം ഉള്ളവരാകുന്നത്, ഓർമ്മിക്കുന്നത് എന്ന്. സൂറത്തുൽ അഅറാഫ് 3-ാമത്തെ ആയത്ത്. വഖൗലിഹി തആല, അല്ലാഹു തആലയുടെ മറ്റൊരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജു അല്ലാഹ വൽ യൗമൽ ആഖിറ വദകറ അല്ലാഹ കസീറാ. അൽ അഹ്സാബ് 21-ാമത്തെ ആയത്ത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്, നിശ്ചയം നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട്, ലിമൻ കാന യർജു അല്ലാഹ വൽ യൗമൽ ആഖിറ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്നവർക്ക്, വദകറ അല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവർക്കും. അപ്പോൾ നബിയുടെ ചര്യ അനുസരിച്ചാണ് കാര്യങ്ങൾ, അമലുകൾ പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. ബിദ്അത്ത് പ്രവർത്തിക്കാൻ പാടില്ല.
ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം. തുടർന്ന് പറയണേ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ അവർക്ക് ഫലഹും അജ്റുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് മേൽ ഭയപ്പാടില്ല. അതായത് മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അവസ്ഥകളിൽ നിന്ന്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. അലാ മാ ഫാതഹും, അതായത് അവർക്ക് നഷ്ടപ്പെട്ടതിൽ അവർ ദുഃഖിക്കുന്നില്ല എന്നതാണ്. അന്നഹും ലിമാ അന്നഹും ലാ യഫൂതുഹും ഷൈഉൻ മിൻ അഅമാലിഹിം ഹസന, അവരുടെ നല്ല കർമ്മങ്ങളൊന്നും നഷ്ടപ്പെടില്ല. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് അല്ലാഹു പറഞ്ഞ സൂറത്തുൽ കഹ്ഫ് 30-ാമത്തെ ആയത്ത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമലാ. ഇന്നല്ലദീന ആമനു, നിശ്ചയം സത്യവിശ്വാസം കൈക്കൊണ്ടവർ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, ഇന്നാ നിശ്ചയം നാം ലാ നുദിഉ, നാം പാഴാക്കുന്നതല്ല, അജ്റ കൂലിയ, മൻ അഹ്സന അമല, അമല് നന്നായി ചെയ്തവനെ, നല്ല രീതിയിൽ അമല് ചെയ്തവനെ, റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് അമല് ചെയ്തവൻ. ഇനി തുടർന്ന് പറയുന്ന അടുത്ത ആയത്ത്, വഇദ് അഖദ്നാ മീസാഖകും, അതായത് വദ്കുറു, നിങ്ങൾ സ്മരിക്കൂ, ഇത് അഖദ്നാ മീസാഖകും, നിങ്ങളിൽ നിന്ന് നാം കരാർ വാങ്ങിയ സന്ദർഭം, ബിൽ അഖദി ബി അഹ്കാമി ശരിയ, ശരീഅത്തിൻ്റെ ഹുക്കുമുകൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച്. വറഫഅനാ ഫൗഖകുമുത് തൂറ, തൂർ പർവ്വതത്തെ നിങ്ങൾക്ക് മേൽ നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം. ഐ അതൈനാ ബിക്കും തഹ്തൽ ജബൽ, നിങ്ങളെ ഒരു പർവ്വതത്തിൻ്റെ, തൂർ പർവ്വതത്തിൻ്റെ ചുവടെ കൊണ്ടുവന്നു നാം. ജഅൽനാഹു ഫൗഖ റൂസിക്കും, അത് നിങ്ങളുടെ തലകൾക്ക് മുകളിൽ ആക്കി, തൂർ പർവ്വതത്തെ. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വഇദ് നതഖനൽ ജബല ഫൗഖഹും കഅന്നഹും ഗുല്ലത്തുൻ വദന്നു അന്നഹു വാഖിഉൻ ബിഹിം ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ അഅറാഫ് 171-ാമത്തെ ആയത്ത്. വഇദ് നതഖനൽ ജിബാല, നാം ജബൽ, വഇദ് നതഖനൽ ജബല, പർവ്വതത്തെ പിഴുതെടുത്ത സന്ദർഭം, ഫൗഖഹും, നിങ്ങൾക്ക് മേൽ അത് ഉയർത്തിയിട്ട്, കഅന്നഹും ദുല്ലത്തുൻ, അതൊരു കുട പോലെ, തണൽ പോലെ ആക്കി, വദന്നു, അവർ വിചാരിക്കുകയും ചെയ്തു, ഫൗഖഹും എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ നിന്നാട്ടോ, നിങ്ങളുടെ നില. അപ്പോൾ വദന്നു, അവർ വിചാരിക്കുകയും ചെയ്തു, അതായത് ഇസ്രായേലിയർ, അന്നഹു വാഖിഉൻ ബിഹിം, അത് അവരുടെ മേൽ പതിക്കും, വീഴുമെന്ന്. എന്നിട്ട് അള്ളാഹു ഈ പർവ്വതത്തെ അവർക്ക് മേൽ, അവരുടെ തലകൾക്ക് മേൽ ഉയർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഖുദൂ മാ ആതീനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നാം നൽകിയത് ശക്തിയായി മുറുകെ പിടിക്കണമെന്ന്. വദ്കുറൂ, നിങ്ങൾ സ്മരിക്കണം, മാ ഫീഹി, അതിലുള്ളത്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി എന്ന്. ഖുൽനാ ലക്കും, അപ്പോൾ അള്ളാഹു എന്താണ് അവരോട് പറഞ്ഞത്? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. ഈ ആയത്തിൽ അവരുണ്ട്, വറഫഅനാ ഫൗഖകുമുത് തൂറ എന്ന് പറഞ്ഞിട്ട്, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നാം നൽകിയതിനെ നിങ്ങൾ ശക്തിയോടെ പിടിക്കൂ. മുത്തഅല്ലഖും ബിഖുദു, ഖുദു എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മാ ആതൈനാകും ബിഖുവ്വ. വദ്കുറൂ മാ ഫീഹി, അതിലുള്ളത് നിങ്ങൾ സ്മരിക്കുകയും ചെയ്യും. മിനൽ അഹ്കാം, വിധികളിൽ നിന്ന്, തൗറാത്തിലുള്ളത്. ഐ അമലു അലാ മാ ഫീഹി, അതിലുള്ളതനുസരിച്ച്, അവർ നിങ്ങളുടെ വേദമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടി. ഫഅഖറർതും, അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്താ. എന്നിട്ട് എന്ത് സംഭവിച്ചു? സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്, പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾക്ക് മേലുണ്ടായിരുന്നില്ലെങ്കിൽ, വറഹ്മത്തുഹു, അവൻ്റെ കാരുണ്യവും അനുഗ്രഹവും, ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമായിരുന്നു. നിശ്ചയം ഇൻദല്ലാഹി, അതായത് അള്ളാഹുവിൻ്റെ അടുത്ത്, യൗമൽ ജസാ, പ്രതിഫല ദിവസം. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമത്തി അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഇവിടെ ഖാസിരീങ്ങളിൽ പെട്ടുപോകാൻ എന്താണ്? കുൽ നബിയെ പറയാ, ഇന്നൽ ഖാസിരീന, നിശ്ചയം പരാജിതർ, അല്ലദീന, ഇങ്ങനെയുള്ളവരാ പരാജിതർ, ഖസറൂ അൻഫുസഹും, അവർ സ്വന്തം നഫ്സുകളെ, സ്വന്തം തടികളെ തന്നെ പരാജിതരായവരാണ്, സ്വയം പരാജിതരായവരാണ്. വഅഹ്ലീഹിം, അവരുടെ കുടുംബങ്ങളെയും, അഹ്ലിനെയും, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ
അല്ല അറിയണം ദാലിക അത് ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് വ്യക്തമായ പരാജയം ആണ് എന്ന് സൂറത്തുൽ സുമർ 15-ാമത്തെ ആയത്ത്. ഇനി തുടർന്ന് അടുത്ത ആയത്ത് പറയാം, വലഖദ് അലിംതുമുൽ ലദീന ഉതദൗ മിൻകും ഫിസ്സബ്തി. വലഖദ് അലിംതും, നിശ്ചയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലദീന ഒരു കൂട്ടരെ, യഅ്തദു അവർ അതിക്രമിച്ചു, മിൻകും നിങ്ങളിൽ നിന്ന്, ഫിസ്സബ്തി അതായത് ഫി ഹുക്മിസ്സബ്തി ശബത്ത് ദിനത്തിൻ്റെ വിധിയിൽ, ശബത്ത് ദിനത്തിൻ്റെ വിഷയത്തിൽ, ഖദ് ഉമിറു അയ്യുഫ്രിഉ ലിൽ ഇബാദത്തി യൗമസ്സബ്തി വഹും സാദു ഫീഹി. അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്താണ്? ശബത്ത് ദിനം ആരാധനക്കായിട്ട് മാറ്റിവെക്കാൻ, അവരുടെ ജുമാ ദിവസമായിരുന്നത്. പക്ഷെ അവരത് നിന്ന് വ്യതിചരിച്ചു എന്നാണ്. ലഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തൽ ബഹ്രി ഇദ് യഅദൂന ഫിസ്സബ്തി തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർആ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. സൂറത്തുൽ അറാഫ് 163-ാമത്തെ ആയത്ത്. അതായത് വസ്അൽഹും, അവരോട് ചോദിക്കൂ താങ്കൾ, അനിൽ ഖറിയത്തി ഒരു പട്ടണത്തെ സംബന്ധിച്ച്, അല്ലത്തി എങ്ങനെയുള്ള, കാനത്ത് ഹാദിറത്തുൽ ബഹരി ബഹറിൻ്റെ തീരത്തുണ്ടായിരുന്ന സമുദ്രത്തിൻ്റെ, ഇത് യഅദൂന ഫിസ്സബ്തി അവർ ശബത്ത് ദിനത്തിൽ അതിക്രമം പ്രവർത്തിച്ചിരുന്നു. ഇത്തീഹിം ഹീതാനുഹും അവരുടെ ഹീതാൻ മത്സ്യങ്ങൾ അവർക്ക് വരും, യൗമ സബ്തിഹിം അവരുടെ ശനിയാഴ്ച ദിവസം, സബത്ത് ദിവസം, ഷുറ അങ്ങനെ മൂക്ക് കാട്ടി കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ വരും, നല്ലോണം മീൻ കാണും ആ സമയത്ത്. വയൗമലായ സ്ബിത്തൂന ശബത്ത് അല്ലാത്ത ദിവസം ഉണ്ടല്ലോ, ലാ തഅതീഹിം കദാലിക അപ്രകാരം വരൂല മീങ്ങൾ, കദാലിക അപ്രകാരം നബ്ലൂഹും ബിമാ കാനൂ യക്സിബൂൻ. ലാ തഅതീഹിം കഴിഞ്ഞിട്ട് കദാലിക അപ്രകാരം നബ്ലൂഹും അവരെ നാം പരീക്ഷിക്കുന്നതായിരുന്നു, ബിമാ കാനൂ യഫ്സുഖൂൻ അവർ അധർമ്മം പ്രവർത്തിച്ചിരുന്നത് കാരണമായിട്ട്. അപ്പോൾ അവർക്കൊരു പരീക്ഷണമായിട്ട് അള്ളാഹു നൽകിയാണെന്ത്, ശബത്ത് ദിനത്തിൽ മീൻ പിടിക്കരുതാണ്. ഇന്ന് ശബത്ത് ദിനത്തിലാണെങ്കിലോ മീനുകൾ ധാരാളം പൊങ്ങി മുകളിലോട്ട് ഇങ്ങനെ വരും. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിച്ചു എന്നതാണ്. അങ്ങനെ ലംഘിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ഫഖുൽനാ ലഹും, അപ്പോൾ നാം അവരോട് പറഞ്ഞു, കൂനൂ നിങ്ങളാകുവീൻ, ഖിറദതൻ ഖാസിഈൻ നിന്ദ്യരായ കുരങ്ങുകളാകുവീൻ എന്ന്. മത്റൂദീന അട്ടിയോടിക്കപ്പെട്ടവരായ അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്ന്, ഫസ്വാറുഹ അങ്ങനെ അവരാവുകയും ചെയ്തു, കുരങ്ങന്മാരായി. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്. അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിൽ മോശമായ സംഗതി, അതിനേക്കാൾ മോശമായ സംഗതി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? മല്ലഅനഹുല്ലാഹു വഅളിബ അലൈഹി, ആരെടുത്തന്നെ അള്ളാഹു ശപിക്കുകയും അവന് മേൽ കോപിക്കുകയും ചെയ്തുവോ? വജഅല മിൻഹും, ഏതൊരു കൂട്ടരെന്നുള്ളതാണ്, ഒരാളെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. വജഅല മിൻഹും അവരിൽ നിന്ന് അവൻ ആക്കുകയും ചെയ്തു, ഖിറദത വൽ ഖനാസിറ പന്നികളെയും ഖിറദത്തിനെയും മങ്കീസ് കുരങ്ങുകളെയും, വഅബദ ത്വാഗൂത്ത് അവർ ത്വാഗൂത്തിനെ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്തു. ഉലൈക കൂട്ടർ ശർറും മകാനം വഅദല്ലു അൻ സവാഇസ് സബീൽ, അവർ സ്ഥാനം കൊണ്ട് വളരെ ചീത്ത ആണ്, അതേപോലെ പിന്നെ വളരെ മോശമായ വഴികേടിലാണ് അവർ എന്ന് സൂറത്തുൽ മാഇദ 60-ാമത്തെ ആയത്ത്. ഇനി വഹലകൂ ബഅദ സലാസത്തി അയ്യാമിൻ ലിൽ ഹദീസ്, അങ്ങനെ അവർ 3 ദിവസം കൊണ്ട് അവർ നശിക്കുകയും ചെയ്തു ആ കുരങ്ങന്മാരായവർ. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഫജഅൽനാഹ, അങ്ങനെ അതിനെ അവർ നാം ആക്കി, അതായത് ഇവർ അവരിൽപ്പെട്ട കുറേ ആളുകൾ കുരങ്ങന്മാരായല്ലോ. ഈ ശബത്ത് ദിനത്തിൽ മീൻ പിടിച്ചവർ എല്ലാവരും അല്ല, അവരിൽപ്പെട്ട കുറച്ച് ആളുകളാണ് മീൻ പിടിച്ചത്. ഐ ഹാദിഹിൽ വാഖിയ, ഇങ്ങനെ മീൻ പിടിച്ചവർ അവരെ അള്ളാഹു കുരങ്ങുകളാക്കി എന്ന് പറഞ്ഞല്ലോ. ഈ സംഭവം നക്കാലൻ ഒരു ഇബറത്ത് മാതൃകയാക്കി, പാഠമാക്കി, ലിമാ ബൈന യദിഹാ വമാ ഖൽഫഹ, മാതൃക എന്നല്ല ഇവിടെ പാഠം, അവർക്ക് മുമ്പിലുള്ളവർക്കും അവർക്ക് പിറകിലുള്ളവർക്കും. അതിലില്ലദീന കാനത്ത് ഹാദിഹിൽ വാഖിഅത്തു ഫീ സമാനിഹിം വല്ലദീന ഖലഖു ബഅദഹ. അപ്പോൾ അവരുടെ കാലത്തും അതേപോലെ അവർക്ക് ശേഷം സൃഷ്ടിക്കപ്പെട്ടവർക്കുമൊക്കെ ഇതൊരു പാഠമാക്കി. വമൗഇളതൻ, ഒരു ഉപദേശവുമാക്കി ലിൽ മുത്തഖീങ്ങൾക്ക്, ലിഅന്നഹും ഹുമുൽ മുൻതഫഊന ബിഹാ, അവർക്കാണ്, കാരണം അവരാണ് ഉപകാരം സിദ്ധിക്കുന്നവർ. വബികുല്ലി ഹിദായത്തിൻ, എല്ലാ ഹിദായത്തും. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വനുനസ്സിലു മിനൽ ഖുർആനി, നാം ഖുർആനിനെ അവതരിപ്പിക്കുന്നു, മാ ഹുവ ശിഫാഉൻ, ശിഫാ ആയത് ശിഫാ ആയത്, വറഹ്മത്തുൻ അനുഗ്രഹമായതും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കാണ് ഇത് പ്രയോജനം സിദ്ധിക്കുക, അവർക്കാണ് ഏത് ഹിദായത്തും
കിട്ടുക എന്നതാണ്.